ഹലോ, ഇന്നൊരു യാത്രാ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ചാവക്കാട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ വള്ളുവനാടൻ യാത്രയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വള്ളുവനാട് എന്താണെന്നൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ എല്ലാവർക്കും രുചിമേളം രുചി കിച്ചൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം നമ്മൾ ചാവക്കാട് ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. നല്ല വെയിലാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ ചാവക്കാട് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ അവിടെ എത്തണത് കൃത്യം 3 മണിക്കാണ്. പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. മോൾക്കൊരു ആഗ്രഹം പറഞ്ഞത് കാരണം അങ്ങനെ പോവാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം, അതുപോലെ തന്നെ അവിടെ ഒരു വലിയ നാഗക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ പോയി. പൊരിഞ്ഞ വെയിലായത് കാരണം തിരിച്ചു വരാനാണ് പ്ലാന്. പക്ഷേ ഇടയ്ക്കൊക്കെ അല്ലേ ഇങ്ങനെ കുട്ടികളെ ആഗ്രഹം പറയുക. അപ്പോൾ അന്ന് സാധിച്ചു വരാമെന്നുള്ള രീതിയിൽ പോയതാണ് കേട്ടോ. ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. അമ്പലത്തിൽ വന്ന ഒരുപാട് ആൾക്കാർ ആ വഴിക്കും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചൂടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീമും ഐസൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ച് കഴിച്ച് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. പക്ഷേ ഭയങ്കര തലവേദന ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ എന്തായാലും ഇനി പോരുന്ന വഴിക്ക് ഒന്ന് മീൻ മാർക്കറ്റ് പോകാമെന്ന് വിചാരിച്ച് വന്നപ്പോഴതാ ഒരുപാട് കഞ്ഞുണ്ണി നിൽക്കണം കേട്ടോ വഴിയിലൊക്കെ. ഇത് ഒരുപാട് കാലമായിട്ട് ഞാൻ നോക്കുന്ന സംഭവമാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ 1-2 തൈകളൊക്കെ പറിച്ച് കവറില്ലാത്ത കാരണം ഒരു കുടയിൽ വെച്ച് അത് നേരെ വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് വെച്ചാട്ടോ. അങ്ങനെ നമ്മൾ മാർക്കറ്റ് പോയപ്പോൾ അത്യാവശ്യം നല്ല മീനുകളുണ്ട് കേട്ടോ. വൈകുന്നേരമാണ് തോന്നുന്നു കൂടുതൽ മീനുകൾ ഉണ്ടാവുക. എല്ലാ പ്രാവശ്യം ചാവക്കാട് വന്നാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മീനൊക്കെ വാങ്ങിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ കുറച്ച് മത്തിയും അതുപോലെ തന്നെ കുറച്ച് ഞണ്ടൊക്കെ വാങ്ങിച്ചു. കുറേ ആയി മോള് ഞണ്ട് പറയണു കേട്ടോ. അപ്പോൾ നമ്മൾ പട്ടാമ്പിയൊന്നും അത്ര നല്ല ഞണ്ടൊന്നും കിട്ടാറില്ല. അപ്പോൾ ചാവക്കാട് നല്ല ഞണ്ട് കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു കേട്ടോ. പിന്നെ തിരിച്ച് വരികയാണ്. തിരിച്ച് വരുന്ന സമയത്ത് ഈ കുളം ഗുരുവായൂർ പോകുന്ന ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ചാട്ടുകുളം കേട്ടോ. ഗുരുവായൂരിൻ്റെയും കുന്നംകുളത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു ചാട്ടുകുളം സ്ഥലത്താണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള കുളമാണ് കേട്ടോ. പണ്ട് അത്രയും വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് വലുപ്പത്തിൽ കുറേ വെള്ള താമരകളൊക്കെ നിന്നിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നല്ല വൃത്തിയാക്കി താമരയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിത് ചാലിശ്ശേരി എത്താറായിട്ടോ. തൃശ്ശൂർ ജില്ലയുടെ കിടക്കുകയാണ്. അപ്പോൾ ആ പുതിയഞ്ചേരിക്കാവ് ക്ഷേത്രമാണ് കേട്ടോ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും ബോർഡറാണ് ഞങ്ങളുടെ ചാലിശ്ശേരി. അപ്പോൾ ആ ചാലിശ്ശേരിക്ക് ഇങ്ങ് ഈ ഒരു തണുത്തറ പാലം കടന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് കേട്ടോ തണുത്തറ പാലം പൊളിഞ്ഞതും പുതിയ പാലത്തിൻ്റെ പണി തുടങ്ങിയതൊക്കെ. അതെന്നും നല്ല ഓർമ്മയാണ്. നല്ല ബ്ലോക്കും വണ്ടികളില്ലാതെയൊക്കെ കുറേ ദിവസം അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചാലിശ്ശേരി എത്തി. ചാലിശ്ശേരി റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചാലിശ്ശേരി മുലിയമ്പറമ്പത്ത് അമ്പല ഗ്രൗണ്ടിൻ്റെ അടുത്ത് എത്താറായിട്ടോ. ഇതാണ് ചാലിശ്ശേരി മുലിയമ്പറമ്പത്ത് അമ്പലം. അമ്പലത്തിലും ഇതേപോലെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അമ്പലത്തിന് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത് ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ജില്ലകളുടെയും കൂടെ ഒരു പൂരം നടക്കുന്ന ക്ഷേത്രം കൂടെയാണ് കേട്ടോ. വലിയ വെടിക്കെട്ടൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെടിക്കെട്ടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ചാലിശ്ശേരി സെൻറ്ററാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ നല്ല വലിയ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. റോഡ് വളരെ മോശമാണ്, അത് പറയാൻ വയ്യ. പിന്നെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലേ, റോഡ് നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. റോഡിൻ്റെ 2 സൈഡിലും ഒരുപാട് മുത്തശ്ശിമാവുകളൊക്കെ നിന്നിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ റോഡ് പണിയുടെ ഭാഗമായിട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എവിടെയൊക്കെ 1-2 മാവുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൂറ്റനാട് എത്താറായി. ഇതാണ് കൂറ്റനാട് നേർച്ച നടക്കണ വലിയ പള്ളി കേട്ടോ. എല്ലാ വർഷവും അവിടെ ഇതേപോലെ നല്ല നേർച്ചയൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൂറ്റനാട് എത്താറായി. ഇതാണ് പണ്ടത്തെ മോഡേൺ ഹോസ്പിറ്റൽ കേട്ടോ. ഒരുവിധം എല്ലാ സ്ത്രീകളും അവിടെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇത് നമ്മുടെ കൂറ്റനാട് സെൻറ്ററാണ്. കൂറ്റനാട് സെൻറ്ററിൽ നിന്ന് തൃത്താല റോഡ് കേട്ടോ. പിന്നെ ഇത് ബസ്സുകൾ കയറാത്ത ബസ് സ്റ്റാൻഡാണ് കേട്ടോ കൂറ്റനാടിൻ്റെ. അതും ഈ പറഞ്ഞ പോലെ കുറേ കാലമായിട്ടുള്ള ബസ് സ്റ്റാൻഡാണ്. എപ്പോഴെങ്കിലും ഒരു ബസ്സോ 2 ബസ്സോ കയറിയാൽ അത്രയേ ഉള്ളൂ കേട്ടോ. ചാലിശ്ശേരി മുതൽ ഇതേപോലെ ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാലുകളുടെ പണികളാണ് കേട്ടോ ഇപ്പോൾ നടക്കണം മെയിനായിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി ടാറിങ് ഒക്കെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഓരോ മുത്തശ്ശിമാവുകളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ റോഡ് പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഈ മുത്തശ്ശിമാവുകളും മരങ്ങളൊക്കെ പോകും കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി പട്ടാമ്പിയോടടുത്ത് കട്ടിൽമാടം, അത് കൂട്ടുപാത എത്താറായി കേട്ടോ. ഇതാണ് അവിടുത്തെ കട്ടിൽമാടം എന്ന് പറഞ്ഞുള്ള ക്ഷേത്രം. ഒരു ജൈന ക്ഷേത്രമാണെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞ് ഇനി പോവുകയാണ്. ഇനി നമ്മൾ പോണ മാട്ടായ ഇറക്കത്തിലേക്കാണ് കേട്ടോ. പഠിക്കുന്ന സമയത്തപ്പോൾ ഏറ്റവും കൂടുതൽ മാട്ടായ ഇറക്കത്തിലായിരുന്നു അന്നൊക്കെ ആക്സിഡൻറ്റ് നടന്നിരുന്നു കേട്ടോ. ഏറ്റവും വലിയ ഇറക്കമാണെന്ന് പറയാം. ബസ്സൊക്കെ പോകുമ്പോൾ ഒരുപാട് ആക്സിഡൻ്റൊക്കെ പണ്ട് സംഭവിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല കേട്ടോ. എല്ലാ ഭാഗത്തും ആക്സിഡൻ്റൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങി പോകുന്നത് മുക്കാരത്തിക്കാവ് അമ്പലത്തിൻ്റെ അടുത്തേക്കാണ്. മുക്കാരത്തിക്കാവ് അമ്പലം അതുപോലെ തന്നെ ഞാങ്ങാട്ടിരി അമ്പലം അടുത്തടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്.
ഒരുപാട് ദേശങ്ങളുടെ തട്ടകം കൂടെയാണ് കേട്ടോ ഈ മുക്കാരത്തിക്കാവ് അമ്പലം. മുക്കാരത്തിക്കാവ് അമ്പലം കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ട് പോയ റൈറ്റ് സൈഡിലാണ് ഞാങ്ങാട്ടിരി അമ്പലം, അതുപോലെ ശ്രീ മഹർഷി വിദ്യാലയ സ്കൂളൊക്കെ ഈ ഒരു വഴിക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ പറഞ്ഞ പോലെ റോഡ് പണി നടക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തൃത്താല റോട്ടിക്കാണ് കേട്ടോ പോകുന്നത്. പാലം എത്തുന്നതിന് മുന്നേ തൃത്താല റോട്ടിക്ക് പോയാൽ നമുക്ക് അവിടെ കുറച്ച് നല്ല കാഴ്ചകൾ കാണാം. അതുപോലെ അവിടെ ഒരു AMS സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ പോയി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോണ വഴിക്ക് നമുക്ക് പാലത്തിലൂടെ ഒന്ന് പോവാം കേട്ടോ. പാലത്തിൽ എങ്ങനെയുണ്ടെന്നൊന്ന് കാണിച്ചു തരാം. കുറച്ച് മുന്നേ ഞാൻ വെള്ളം നിറഞ്ഞ ആ ഒരു അവസ്ഥ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മഴയൊക്കെ ഒന്ന് മാറി വെയിലൊക്കെ ആവാൻ തുടങ്ങിയപ്പോൾ വെള്ളം നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ടറ്റം മുട്ടി നല്ല ഫോഴ്സിലായിരുന്നു വെള്ളമൊക്കെ പോയിരുന്നത്. ഇപ്പോഴും നല്ല ഫോഴ്സൊക്കെ ഉണ്ട്, പക്ഷേ ഒരുപാട് അങ്ങ് കുത്തിയൊലിച്ച് പോകുന്ന ഒരു സ്ഥിതിയല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രം. പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ ഒരു കവാടമാണിത്. അടുത്ത കവാടം സിഗ്നൽ കഴിഞ്ഞ് റൈറ്റിലേക്ക് പോയാലാണ്. നമ്മുടെ നാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നും ഈ ഒരു വീഡിയോ നമുക്ക് ഓർമ്മയാവട്ടെ. അപ്പോൾ അത്ര അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ